വയ്ക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ്. ഷിരൂരിലെ തെരച്ചിൽ പുനരാരംഭിക്കാൻ ആയിട്ടില്ല, തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നാണ് കർണാടക മുഖ്യമന്ത്രി അറിയിച്ചത്. പക്ഷേ തെരച്ചിൽ 14ാമത്തെ ദിവസം നിർത്തിവെച്ചതാണ്. അത് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അക്കാര്യം നമുക്ക് മുഖ്യമന്ത്രിയെയും അറിയിക്കേണ്ടതുണ്ട്. ഷിരൂരിൽ മുങ്ങിത്തപ്പുന്നതിനായി എത്തിയ ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് ഈശ്വർ മാൽപ്പയും മടങ്ങുകയാണ്. ഇനിയുള്ള ദൗത്യം അതെങ്ങനെയായിരിക്കും? മുഖ്യമന്ത്രി കുടുംബത്തിന് നൽകുന്ന ഉറപ്പ് എന്താണ്? അതാണ് അറിയേണ്ടത്. കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ അമ്മയും സഹോദരിയും ഭാര്യയും എല്ലാം അകത്താണ്. മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് 20 ദിവസമായി. ഇതുവരെയും അർജുൻ എവിടെയാണ്? അർജുൻ്റെ വാഹനം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നദിക്കടിയിലുണ്ട് വാഹനം എന്ന സിഗ്നൽ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട് കണ്ണാടിക്കലിലെ വീട്ടിൽ. സാനിയോ, മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. അതെ സുജയ, CM ഇപ്പോൾ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ലൈവായി ഇപ്പോൾ കണ്ടത്. ഷിരൂരിലെ അർജുൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. അതായത് ഇന്നും തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം തെരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ഈശ്വർ മാൽപ്പ അടക്കം സ്ഥലത്ത് എത്തി താൻ തെരച്ചിലിന് റെഡിയാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടില്ല. മാത്രവുമല്ല ഇപ്പോഴും നല്ല ഒഴുക്കാണ് അവിടെ പ്രദേശത്ത്. ഗംഗാവലി പുഴയിൽ നല്ല ഒഴുക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6 നോട്ട്സ് എന്ന അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാനുള്ളൊരു അനുമതി കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെയുള്ള അർജുൻ്റെ അമ്മയെയും സഹോദരിമാരെയും അതുപോലെ അർജുൻ്റെ ഭാര്യ, കുഞ്ഞ്, അച്ഛൻ ഇവരെയൊക്കെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ച ശേഷം മടങ്ങുമെന്നാണ് നമ്മൾ അറിയുന്നത്. മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയോട് തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുടുംബത്തെ പറഞ്ഞ് ധരിപ്പിക്കും. കൂടാതെ ഇനി തെരച്ചിലിന് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ കർണാടക സർക്കാരുമായി മുന്നോട്ട് വയ്ക്കുമെന്നുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പ അടങ്ങുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഇന്ന് തെരച്ചിലിന് ഇറക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു പ്രയാസകരമായ കാര്യമായി കുടുംബം കാണുന്നുണ്ട്. കാരണം ശക്തമായ ഒഴുക്കുണ്ടായിരുന്നത് തരത്തിലും ഒഴുക്ക് കുറയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. മറ്റ് മലയോര പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഒഴുക്ക് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവിടെ 6 നോട്ട്സ് ഒഴുക്ക് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അർജുൻ്റെ വീടിനുള്ളിൽ കയറി ബന്ധുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീടിനകത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. കാരണം അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നമ്മൾ വീടിനകത്തേക്ക് കടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പ്രധാനമായും അറിയിക്കുക ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കും. അതായത് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് ഈ തെരച്ചിൽ തുടരണമെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പ്രതികൂല കാലാവസ്ഥ കർണാടക സർക്കാർ അറിയിച്ചതായി മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സാനിയോ മനോമി, അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം. ഷിരൂരിൽ 14 ദിവസം അർജുനെ തെരഞ്ഞത് സേനാ സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. ഇന്നിപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത് ഈശ്വർ മാൽപ്പയും സംഘവും മാത്രമാണ്. അവർക്ക് അടിയൊഴുക്ക് കനത്തതാണ്, ഇറങ്ങാൻ കഴിയില്ല എന്ന അറിയിപ്പ് നൽകുന്നു, അവരെ തിരിച്ചയക്കുന്നു. ദൗത്യം പുനരാരംഭിക്കുമെന്ന് നൽകിയ ഉറപ്പ് എവിടെ പോയി എന്ന് ഔദ്യോഗികമായി കർണാടക സർക്കാർ ഇപ്പോഴും അറിയിച്ചിട്ടില്ല. അർജുൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദൗത്യം ഉപേക്ഷിക്കുകയല്ല, ഞങ്ങൾ തുടരുന്നുണ്ട് എന്നാണ് കർണാടക 14ാമത്തെ ദിവസം നമ്മളോട് പറഞ്ഞത്. അതിനുശേഷവും നിരവധി ദിവസങ്ങൾ കടന്നുപോയി. വെള്ളിയാഴ്ച തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഇന്നും മാൽപ്പയ്ക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. മാൽപ്പയെ മുൻകൈയെടുത്ത് അവിടെ എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇന്ന് ഷിരൂരിൽ ഓറഞ്ച് അലേർട്ടാണ്. മുഖ്യമന്ത്രിയുടെ അക്കാര്യങ്ങൾ കൂടി ചോദിക്കാം സാനിയോ.
അക്കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറാവുമോ എന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല. ഏതായാലും ഈ സുജയ സൂചിപ്പിച്ചതുപോലെ തെരച്ചിൽ തുടരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കർണാടക സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളോ ഒന്നും ഇന്ന് തെരച്ചിലിന് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ ഈശ്വർ മാൽപ്പെ മാത്രം സ്വയം മുന്നോട്ട് വന്ന് താൻ തെരച്ചിലിന് റെഡിയാണെന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രണ്ടുപേർക്ക് വീതം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. ഏതായാലും കർണാടക സർക്കാർ ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനുവേണ്ട സംവിധാനങ്ങളൊന്നും അവിടെ തയ്യാറായിട്ടില്ല. അതായത് സൈന്യമോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സേനാ വിഭാഗങ്ങളോ അവിടെ എത്തിയിട്ടില്ല. ഈശ്വർ മാൽപ്പെ മാത്രം സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു പോരായ്മയായി തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് കർണാടകയോട് പറഞ്ഞിട്ടുണ്ട്, അതായത് കർണാടകയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരച്ചിൽ നിർത്തരുത് എന്ന് തന്നെയാണ്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമായി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശങ്ക